ഗവർണർ ഇന്ന് വന്നിട്ട് പറഞ്ഞത് എന്താണ്? ഗവർണർ ഇന്ന് വന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിക്കുകയല്ല ചെയ്തത്. മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ ഗോഗോ വിളിച്ചിട്ട് പോവുകയല്ല ചെയ്തത്. ഗവർണർ അവിടെ വന്നിട്ട് വൃത്തിയായി സംസാരിച്ചു. അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമാണ്. 2 മണിക്കൂറോളം താമസിച്ചതിന്റെ കാരണം നിങ്ങൾക്കറിയാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ ഗവർണറാണോ ഇവിടുത്തെ പ്രകോപനക്കാരൻ? എന്ത് ലോജിക്കിന്റെ പേരിലാണ് ഗവർണറെ ഒരു പ്രകോപനക്കാരനായിട്ട് ഇവിടെ മുദ്ര കുത്തുന്നത്? അതൊക്കെ മനസ്സിലുള്ള ആ ഒരു വിദ്വേഷത്തിന്റെ പ്രതീകമായി പുറത്തേക്ക് വരുന്നതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അടിയന്തരാവസ്ഥ കാലത്ത് ഞാനും പിതാവും ജയിലിലായിരുന്നു. അന്നത്തെ CPIM ബന്ധത്തെക്കുറിച്ച് MV ഗോവിന്ദൻ പറഞ്ഞതിന്റെ ബാക്കി ഇന്ന് ഗവർണർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വം തമസ്കരിക്കേണ്ട. CPIM-ഉം ജനസംഘവും അക്കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നിച്ച് മത്സരിച്ചു. അടിയന്തരാവസ്ഥയെ നേരിടാൻ CPIM-ഉം RSS-ഉം ഒന്നിച്ചു നിന്നു. ഒരു വെള്ളവും ചേർത്തിട്ടില്ല. കൃത്യമായിട്ട് തന്നെയാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. CPIM-ഉം RSS-ഉം ഒന്നിച്ചു നിന്നു. CPIM പ്രവർത്തകരെയും ക്രൂരമായി വേട്ടയാടി. മുഖ്യമന്ത്രി പിണറായി വിജയനും അടിയന്തരാവസ്ഥയുടെ ഇരയാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ RSS ഒരിക്കലും CPIM-ന്റെ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ CPIM ചെയ്ത നല്ല കാര്യങ്ങളെ കുറച്ച് കാണുന്ന ഒരു സംഘടനയൊന്നുമല്ല. ആ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് കൃത്യമായിട്ട് അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും.